ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന ദീപ്തിയോട് പറയുന്നുണ്ട്, എന്ത് വന്നാലും നമ്മൾ ഈ കേസ് ഫയൽ ചെയ്തിരിക്കും. പിന്നിൽ ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇഷ്ടപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം ഉള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. കരിമലക്കൊടയിലേക്ക് ഞാൻ നേരിട്ട് തന്നെ പോവുകയാണ്. അക്ഷയുടെ മൊഴിയൊഴികെ ബാക്കി എല്ലാം കിട്ടിക്കഴിഞ്ഞു. അക്ഷയെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നേരിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇന്ന് തന്നെ അവിടെ പോയി സാക്ഷിയെ കണ്ട് മൊഴിയെടുക്കണം. അർച്ചന പറയുമ്പോ ദീപ്തി പറയുന്നുണ്ട്, ഇന്നാണ് കുടുംബശ്രീക്കാരുടെ ജാമ്യം എടുക്കേണ്ടത്, പോവണ്ടേ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഇന്ന് ആ കേസ് നീ ഡീൽ ചെയ്യേ, ഞാൻ എന്തായാലും കരിമലക്കോടിയിലേക്ക് തന്നെ പോവാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. എത്തിയപ്പോ അർച്ചനയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോവണ്ട, ആ സ്ഥലം അത്ര ശരിയല്ലെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അനിയന്മാരെ ആരെങ്കിലും കൂടെ വിളിക്കാമെന്ന് പറയാണ്. ഇങ്ങനെ കുടുംബശ്രീക്കാരുടെ ജാമ്യാപേക്ഷ എടുക്കുന്നതിന് വേണ്ടി ദീപ്തി അവിടെ നിന്ന് പോവുകയാണ്. അനന്തനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അർച്ചന അനന്തനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പുതിയ GM വരുന്നത് കൊണ്ട് അനന്തൻ നല്ല തിരക്കിലാണ്. ആണ് കാര്യമെന്ന് അനന്തൻ ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഈ ഇന്ന് പുതിയ GM അവിടെ വരുന്നത് പറഞ്ഞിരുന്നുവല്ലോ, കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവനെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വർക്കെല്ലാം ഇട്ട് അവൻ എന്റെ കൂടെ വരും, അതുകൊണ്ട് മുകുന്ദനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അർച്ചന മുകുന്ദനെ വിളിക്കുന്നുണ്ട്. മുകുന്ദനെ വിളിച്ച് കിട്ടുന്നില്ല. അടുത്തത് അർച്ചന അച്ചുവിനെ വിളിക്കുകയാണ്. നീ ഇന്ന് ഫ്രീ ആണോ, എവിടേക്കെങ്കിലും പോവാനുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ ഫ്രീ ആണെന്ന് പറയാണ്. അച്ഛനപ്പോ അച്ചുവിനോട് പറയുന്നുണ്ട്, എന്നാൽ നീ കാർ എടുത്ത് വേഗം വായോ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാണ്. വേഗം തന്നെ അച്ചു റെഡിയായി പോവാൻ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കു വരികയാണ്. നിങ്ങളെ കൊണ്ടുപോകാൻ എങ്ങോട്ടോ ഉള്ള പ്ലാൻ ആണെന്ന് വിചാരിച്ച് പെട്ടെന്ന് അച്ചുവിന്റെ മുന്നിൽ തലവേദന അഭിനയിക്കുകയാണ്. അച്ചു, എനിക്ക് തീരെ വയ്യ, തലവേദനിച്ചിട്ട് വയ്യ, ഒരു അപ്പോയിന്റ്മെന്റ് എടുക്ക്, നമുക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അച്ചുപ്പ പറയുന്നുണ്ട്, എനിക്ക് ചേച്ചിയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട്, നീ മഞ്ജു ചേച്ചി ആരെങ്കിലും വിളിച്ചിട്ട് പോയെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, അത് പറ്റില്ല, എന്റെ കൂടെ അച്ചു നീ തന്നെ വരണം, എന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെ വിളിച്ച് ഞാൻ പോയിക്കോളാം, പക്ഷെ അത് നിനക്കൊരു ക്ഷീണമാവും എന്നൊക്കെ രുക്കു പറയുന്നുണ്ടെങ്കിലും അച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചിയോട് വരാമെന്ന് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും രുക്കു എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, എന്നേക്കാൾ വലുതാണോ നിനക്ക് ചേച്ചി, ഞാൻ ഗർഭിണിയാണെന്നല്ലേ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നത്, അപ്പോ അങ്ങനെ എന്തേലും കള്ളം പറയുന്ന രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ അച്ചുവിനെ കുറെ സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് അർച്ചന വീണ്ടും അച്ചുവിനെ വിളിച്ച്, നീ എവിടെയാണ്, ഇതുവരെ ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ഇറങ്ങി ചേച്ചി, പക്ഷെ പെട്ടെന്ന് രുക്കുവിന് എന്തോ ഒരു വെയ്യായിക, അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവൾക്ക് തീരെ വയ്യ എന്ന് പറയുന്നുണ്ട്. അച്ഛനപ്പ പറയുന്നുണ്ട്, ശരി, അവൾക്ക് എന്തേലും പ്രഗ്നൻസിയുടെ വെയ്യായികയായിരിക്കും, നീ എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്, നീ അവളുടെ അടുത്തൊന്ന് ഫോൺ കൊടുക്കുക എന്ന് പറയുമ്പോ അച്ചു രുക്കുവിന് ഫോൺ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. രുക്കുവിനോട് എന്നിട്ട് അർച്ചന എന്താണ് പറ്റിയതെന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, നല്ല തലവേദന ചേച്ചി, എനിക്ക് തലവേദന കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഫോണ് അച്ചുവിന് തന്നെ തിരികെ കൊടുക്കുകയാണ്. പിന്നീട് അർച്ചന അച്ചുവിനോട് പറയുന്നുണ്ട്, എന്നാ ശരി, ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പോയിക്കോളാം, നീ അവളെയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മുകുന്ദനെ വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോള് കിട്ടുന്നില്ല. എന്തായാലും കരിമലക്കുടിയിലേക്ക് പോയേ മതിയാവൂ എന്ന് തീരുമാനിച്ച് അർച്ചന ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ടേക്ക് പോവാനായി തീരുമാനിക്കുകയാണ്. അതിനുശേഷം വിജയ് ശങ്കറിനോട് വന്ന് അസിസ്റ്റന്റ് വക്കീല് പറയുന്നുണ്ട്, അർച്ചന വക്കീല് കരിമലക്കുടയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പറയുമ്പോ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, അവൾ ഒറ്റയ്ക്കാണോ പോയിരിക്കുന്നതെന്ന്. ആ വക്കീല് പറയുന്നുണ്ട്, അതെ, ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നതെന്ന് പറയുമ്പോ വിജയ് ശങ്കർ ഗുമസ്തനെ വിളിക്കാനായി പറയാണ്. പിന്നീട് ആ അസിസ്റ്റന്റ് വക്കീൽ വേഗം തന്നെ ഫോൺ എടുത്ത് ഗുമസ്തനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കർ ഫോണിൽ നിന്നും ഒരു നമ്പർ എടുത്ത് ലേക്ക് വിളിക്കുകയാണ്. ജോസെ, എന്റെ കേസൊക്കെ ഞാൻ ഒഴിവാക്കി തരാം, ഞാൻ സൂചിപ്പിച്ച മറ്റേ കേസിന്റെ കാര്യത്തിനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അച്ഛന കരിമലക്കൊടിയിലേക്ക് അല്പം മുമ്പ് പുറപ്പെട്ടിട്ടുണ്ട്, ഇച്ചാണ് വന്നിരിക്കുന്നത്, ഇതാണ് പറ്റിയ അവസരം, സംശയം തോന്നരുത്, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം, ഞാനും കേസുണ്ടായാൽ അതെല്ലാം കൈകാര്യം ചെയ്യാൻ ഞാനുണ്ട്. ജയശങ്കർ പറയുമ്പോ ജോസ് പറയുന്നുണ്ട്, സാർ എന്തായാലും അവളുടെ ഫോട്ടോ അയച്ചേക്ക്, എന്നതുപോലെ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ജോസ് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് അർച്ചനയുടെ ഒരു ഫോട്ടോ എടുത്ത് വിജയ് ശങ്കർ ജോസിന് അയച്ചു കൊടുക്കുന്നുണ്ട്. കരിമലക്കൊടിയിലേക്ക് ബസ് കാത്തു നിൽക്കുകയാണ് അർച്ചന. അവിടെയുള്ള ഒരു ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കരിമലക്കൊടിയിലേക്ക് ബസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് അങ്ങനെ ബസ്സൊന്നുമില്ല, ഇതില് ടെമ്പോ സർവീസ് ഉണ്ടാവും, സമയത്തൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്നത്. പിന്നീട് അർച്ചന വേഗ അതിൽ കയറുന്നുണ്ട്. അപ്പോഴേക്കും ജോസും ജോസിന്റെ ആൾക്കാരും കൂടി ചേർന്ന് നിങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് ഓടിക്കേറുകയാണ്. പിന്നീട് അർച്ചന ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടു പിറകിലാണ് ജോസും കൂട്ടരും കൂടി ഇരിക്കുന്നത്. ഇതിലെ കണ്ടക്ടർ
അർച്ചനയോട് എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് കരിമലക്കുടിയിലേക്കാണെന്ന്. ജോസും അപ്പൊ കണ്ടക്ടറോട് പറയുന്നുണ്ട് 3 കരിമലക്കുടി എന്ന്. മേഡം കരിമലക്കുടിയിലേക്കാണല്ലേ പോകുന്നത്? ഞങ്ങളും അങ്ങോട്ടേക്കാണ്. മേഡം അവിടെയാണോ താമസം? കരിമലക്കുടിയിലേക്ക് എന്തിനാണ് പോകുന്നത്? ആരെ കാണാനാണ്? ഞങ്ങളും അങ്ങോട്ടേക്കാണ്. അങ്ങോട്ട് പോവാൻ വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് ജോസ് പറയുമ്പോ അർച്ചന അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്നറിഞ്ഞ് ഫ്രണ്ടിലുള്ള ഒരു സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് ജോസും കൂട്ടരും. അപ്പോ അർച്ചനയുടെ സീറ്റിന്റെ ബാക്കിൽ വീണ്ടും വന്നിരിക്കുന്നുണ്ട്. പിന്നീട് കരിമലക്കുടിയിലെത്തി അർച്ചനയും ജോസിന്റെ കൂട്ടരും എല്ലാവരും അവിടെ ഇറങ്ങുന്നുണ്ട്. അതിലും ഇവിടെ എത്തിയ കാര്യം ദീപ്തിയെ ഒന്ന് വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ എടുത്ത് ദീപ്തിയെ വിളിക്കുന്നുണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ വിളിച്ചു കിട്ടുന്നില്ല. അപ്പോഴാണ് അവിടെയുള്ള ഒരു ചേച്ചി അർച്ചനയോട് പറയുന്നത് ഇവിടെ ഫോണിന് റേഞ്ച് കിട്ടത്തില്ല മേഡം, മേഡത്തിന് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോ അർച്ചന ആ അഡ്രസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ ചേച്ചി പറയുന്നുണ്ട് സ്ഥലത്തേക്ക് പോവാൻ കുറച്ചുകൂടി ദൂരം ഉണ്ടല്ലോ മേഡം, അങ്ങനെ വണ്ടിയൊന്നും കിട്ടില്ല, ഓട്ടോ കിട്ടും, ഇവിടെ നിന്നാ കിട്ടില്ല, കുറച്ച് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോ അർച്ചന ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കാൻ നിൽക്കുന്നതും ജോസിനെയും കൂട്ടരെയും കാണുന്നുണ്ട്. ഇതേ കണ്ട് അർച്ചനയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. ഇവരെന്താണ് ഇവിടെ നിൽക്കുന്നത്? വണ്ടിയിൽ കയറിയപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, കുറച്ച് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറഞ്ഞ് അർച്ചന നടക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോക്കാരൻ പറയുന്നുണ്ട് മേഡം കയറിക്കോ, കരിമലക്കൊടിയിലേക്കാണ്. ഒട്ടേക്ക് ഈ ഓട്ടോ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ അർച്ചന ആ ഓട്ടോയിൽ കയറാനായി പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജോസും ജോസിന്റെ ടീംസും കൂടി വരുന്നുണ്ട്. ഓട്ടോ പോവല്ലേ, ഞങ്ങൾ കൂടി ഉണ്ടെന്ന് പറയാണ്. അർച്ചന അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇത് എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോ ജോസ് പറയുന്നുണ്ട് ഞങ്ങളും അങ്ങോട്ടേക്കാണ്, മേഡം കയറിക്കോ എന്ന് പറയുന്നുണ്ട്. അർച്ചനയും ജോസും ടീംസും പിന്നീട് ആ ഓട്ടോയിൽ കയറുകയാണ്. ഓട്ടോറിക്ഷ അപ്പൊ തന്നെ എടുക്കുന്നുണ്ട്. അർച്ചന ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്ത് പരിപാടിയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അല്ല ഞാനിവിടെ ഇറങ്ങുകയാണ്, അടുത്ത വണ്ടിയിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന ഇറങ്ങാനായി നിൽക്കുമ്പോൾ ഓട്ടോറിക്ഷ വേഗം പോവുകയാണ്. ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട് മേഡത്തിന് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന്. അർച്ചന അപ്പോൾ തന്റെ കയ്യിലുള്ള അഡ്രസ് എടുത്ത് ഓട്ടോക്കാരന് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും ജോസ് അത് വാങ്ങുകയാണ്. എന്നിട്ട് നോക്കുന്നുണ്ട് ആ മേഡത്തിന് ഇങ്ങോട്ടേക്കാണോ പോകേണ്ടത്? ഇതെന്റെ വീട്ടിന്റെ അടുത്താണ്, ഇങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് ആദ്യമേ എന്നോട് പറഞ്ഞോടായിരുന്നു. ഞങ്ങൾ മേഡത്തെ അവിടെ കൊണ്ടുപോയി വിടാമെന്ന് ജോസ് പറയാണ്. എന്നിട്ട് കയ്യിലുള്ള അഡ്രസ് ചുരുട്ടുമടക്കി കളയുന്നുണ്ട്. എല്ലാം കണ്ട് ആകെ പേടിച്ചുകൊണ്ട് അർച്ചന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവരാരും നല്ലവരല്ലെന്ന് തോന്നുന്നു, പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ബാഗിൽ നിന്നും ഫോൺ എടുക്കുകയാണ്. ജോസ് അപ്പൊ പറയുന്നുണ്ട് മേഡം വെറുതെ ഫോണിൽ വിളിച്ച് സമയം കളയണ്ട, ഇവിടെ റേഞ്ച് കിട്ടില്ല. ജോസ് പറയുമ്പോ അർച്ചന വേഗം ഫോണ് ബാഗിൽ തന്നെ വെച്ചുകൊണ്ട് ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ഡ്രൈവർ വണ്ടി നിർത്ത്, എനിക്കിവിടെ ഇറങ്ങണമെന്ന് പറയുമ്പോ ഓട്ടോക്കാരൻ പറയാണ് എന്നും അങ്ങനെ വണ്ടി നിർത്താൻ പറ്റില്ല മേഡം, പെട്ട സ്ഥലമല്ലേ, വല്ലതും സംഭവിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. വണ്ടി നിർത്തുമെന്ന് അർച്ചന വീണ്ടും പറയുമ്പോ ജോസ് പറയുന്നുണ്ട് ഇറങ്ങിയിരിക്കടി അവിടെയെന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട് അർച്ചന അങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.